ഹലോ നമസ്കാരം. എല്ലാവർക്കും സ്ലീപ്പിംഗ് പിൽസ് ഓഡിയോ ടൈമിലേക്ക് സ്വാഗതം. ജോസി മാകമറ്റൻ നോവൽ കന്യകയുടെ 12-ാമത്തെ അധ്യായം. കൂരിരുട്ട്. ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് ദൂരെ നിന്നും ബൈക്ക് വരുന്നു. വിജനമായ തെങ്ങിൻ തോപ്പിലൂടെയാണ് റോഡ് പോകുന്നത്. ഷിബുവും രതീന്ദ്രനും റോഡിൻ്റെ ഇരുവശത്തും കമഴ്ന്നു കിടന്നു. അവരുടെ കയ്യിൽ ഒരു കയറുണ്ട്. അതിൻ്റെ അങ്ങേയറ്റം റോഡിൻ്റെ മറുവശത്തുള്ള തെങ്ങിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. കറുത്ത ചായം പൂശിയ കയറ് റോഡിന് കുറുകെ ഒരു പാമ്പിനെ പോലെ വളഞ്ഞു കിടന്നു. ബൈക്കിൻ്റെ പ്രകാശവും ശബ്ദവും അടുത്തടുത്ത് വന്നുകൊണ്ടിരുന്നു. മഹേന്ദ്രൻ സ്പീഡ് കുറച്ചാണ് ബൈക്ക് ഓടിക്കുന്നത്. ബൈക്ക് കയറിന് മുകളിലെത്തിയതും ഷിബുവും രതീന്ദ്രനും കൂടി കയർ വലിച്ചതും ഒപ്പം കഴിഞ്ഞു. കയറിൽ കുരുങ്ങിത്തടഞ്ഞ് മഹേന്ദ്രനും ബോഡി ഗാർഡും താഴെ വീണു. ബൈക്ക് ആളില്ലാതെ ഏതാനും വാര കൂടി മുന്നോട്ട് പോയ ശേഷം ഒരു വശത്തേക്ക് ചെരിഞ്ഞു. ഹെൽമറ്റ് ഉണ്ടായിരുന്നതിനാൽ മഹേന്ദ്രൻ്റെ തലയ്ക്ക് ഒന്നും പറ്റിയില്ല. ദേഹം ചതഞ്ഞു എന്ന് മാത്രം. അപകടം മനസ്സിലാക്കി അയാൾ ചാടി എഴുന്നേറ്റു. രതീന്ദ്രനും ഷിബുവും റോഡിലേക്ക് ചാടിക്കയറി. മഹേന്ദ്രനെ തോക്കെടുക്കാൻ കഴിയുന്നതിന് മുമ്പേ അവർ അയാളുടെ മേൽ ചാടി വീണു. രതീന്ദ്രൻ കടാരയെടുത്ത് ഒരു കുത്തുകുത്തി. പച്ച മാംസത്തിലൂടെ കടാര പുളഞ്ഞിറങ്ങിക്കഴിയുമ്പോഴാണ് അവൻ അറിഞ്ഞത്. മഹേന്ദ്രൻ ഒന്ന് നിലവിളിച്ചു. അപ്പോഴേക്കും മഹേന്ദ്രൻ്റെ ബോഡി ഗാർഡ് അവർക്കിടയിലേക്ക് ചാടി വീണു. രണ്ടാമത്തെ കുത്ത് ബോഡി ഗാർഡിനാണ് ഏറ്റത്. ഇരുട്ടിൽ അവർക്ക് പരസ്പരം ശരിക്കും കാണാമായിരുന്നില്ല. അവ്യക്തമായ നെല്ലുകളെ പോലെ അവർ ചലിച്ചു. കൂട്ടമായ കെട്ടിമറിച്ചിലിനും മൽപ്പിടുത്തത്തിനും ഇടയിൽ മഹേന്ദ്രൻ എങ്ങനെയോ തെന്നിമാറി. അയാളുടെ റിവോൾവർ എവിടെയോ തെറിച്ചു പോയെന്ന്, ഇനി നിൽക്കുന്നത് ആപത്താണെന്ന് മഹേന്ദ്രൻ മനസ്സിലായി. തുടയിൽ കുത്തേറ്റ ഭാഗത്തു നിന്നും ചോര വാർന്നൊഴുകി. അയാളുടെ പാൻറ് നനഞ്ഞു കുതിർന്നിരുന്നു. മഹേന്ദ്രൻ കാനയിലേക്ക് ഉരുണ്ടു. അവിടെ നിന്നും പതുങ്ങി തെങ്ങിൻ തോട്ടത്തിലേക്ക് കടന്നു. കുത്തടാ, തട്ടടാ! റോഡിൽ നിന്നും ആക്രോശങ്ങൾ ഉയർന്നു. മഹേന്ദ്രൻ ഇരുടിലൂടെ കുതിരയോടി. രതീന്ദ്രനും ഷിബുവും കൂടി മഹേന്ദ്രനെ ബോഡി ഗാർഡിനെ നിലംപരിശാക്കി. അത് മഹേന്ദ്രനാണെന്നായിരുന്നു അവരുടെ ധാരണ. കെട്ടിമറച്ചിലുകൾക്കിടയിൽ ഇരുട്ട് താള് മാറിയത് അവരറിഞ്ഞില്ല. രതീന്ദ്രൻ പെൺടോർച്ചെടുത്ത് തെളിച്ചു നോക്കിയപ്പോഴാണ് അമളി മനസ്സിലായത്. മഹേന്ദ്രൻ്റെ ബോഡി ഗാർഡ് മൃതപ്രായനായി കിടക്കുന്നു. മഹേന്ദ്രനെ കാണാനുമില്ല. അവൻ കടന്നു കളഞ്ഞല്ലോ. രതീന്ദ്രൻ പെൺടോർച്ചെടുത്ത് തെളിച്ച് നാലുപാടും നോക്കി. മഹേന്ദ്രൻ്റെ പൊടി പോലും അവിടെങ്ങും കാണാനില്ല. അവൻ രക്ഷപ്പെട്ടു, ഷിബു നിരാശയോടെ പറഞ്ഞു. ഇനി സ്ഥലം വിട്ടേക്കാം, അതാണ് ബുദ്ധി. ഷിബുവും രതീന്ദ്രനും കൂടി തെങ്ങിൻ തോപ്പിലിറങ്ങി. ചരിച്ചിട്ടിരിക്കുകയായിരുന്നു ബൈക്ക്. ഉരുട്ടി റോഡിൽ കയറ്റി. മഹേന്ദ്രൻ്റെ ബൈക്ക് അപ്പോഴും റോഡിന് നടുവിൽ കിടപ്പുണ്ടായിരുന്നു. ഷിബു ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇരുട്ടിലേക്ക് വെളിച്ചം കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്നു. അവർ വീട്ടിലെത്തി. രതീന്ദ്രൻ്റെ മുറിയിൽ ചെന്നിരുന്ന ഭാവി കാര്യങ്ങൾ ആലോചനയിൽ മുഴുകി. നമുക്കൊരു ചെറിയ അബദ്ധം പറ്റി, അത് മുതലെടുത്ത് അവൻ രക്ഷപ്പെട്ടു. സാരമില്ല, അടുത്ത തവണ അവനെ വീഴ്ത്താം, ഷിബു പറഞ്ഞു. കുത്ത് അവനിട്ട് ശരിക്കേറ്റില്ല. കൈ തട്ടിയത് കാരണം കത്തി അവൻ്റെ തുടയിലാണ് കുത്തിക്കയറിയത്. അല്ലെങ്കിൽ അവൻ രക്ഷപ്പെട്ടില്ലായിരുന്നു. അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവൻ ചത്തു കാണില്ല. ചത്തെങ്കിൽ നാളത്തെ അന്തിപത്രത്തിൽ വാർത്ത വരും. മഹേന്ദ്രൻ പോലീസിൽ പരാതിപ്പെടുമോ എന്നൊരു ശങ്കയുള്ളൂ. ഇല്ല. ഇരുട്ടത്ത് കിട്ടിയ അടി വെളിച്ചത്ത് മിണ്ടാനൊക്കുമോ? ആരാ തല്ലിയതെന്ന് തെളിവില്ലല്ലോ. പക്ഷേ രതീന്ദ്രൻ കരുതിയിരുന്നോ? നോവിച്ചു വിട്ട പാമ്പ മഹേന്ദ്രൻ. അവൻ പ്രതികാരത്തിന് മുതിരാതിരിക്കില്ല. അവർ പാമ്പുകളാണെങ്കിൽ ഞാൻ രാജവെമ്പാലയാ, പാമ്പുകളുടെ രാജാവ്. പക്ഷെ അവനെ കൊല്ലാൻ പറ്റിയില്ലല്ലോ എന്ന വിഷമം മാത്രമേ എനിക്കുള്ളൂ. എൻ്റെ അച്ഛനെ കൊന്നവനെ. അടുത്ത തവണ നമുക്കവനെ തട്ടാൻ രതീന്ദ്ര. അധികം വെച്ച് താമസിപ്പിക്കണ്ട. പക്ഷെ ഇനി അവൻ കരുതലോടെയല്ലേ നടക്കുള്ളൂ. നമുക്കവനെ വീട് കയറി ആക്രമിക്കാം. അതാണ് കൂടുതൽ സുരക്ഷിതം. കാരണം പുലിമടയിൽ ചെന്ന് നമ്മൾ തലയിടുമെന്ന് അവനൊട്ടും പ്രതീക്ഷ കാണുകയില്ല. അന്ന് ഷീലയെ ആക്രമിച്ച പോലെ ഒരു കമാൻഡോ ഓപ്പറേഷൻ നടത്താം. നിന്റെ കയ്യിൽ തോക്കില്ലേ? ഉണ്ട്. തോക്കും കടാരയും ധാരാളം മതി. രാത്രി 9 മണിയോടെ സംഗതി പാസ്സാക്കണം. ആ നേരത്താണ് അത്താഴമോ കുളിയോ TV കാണലോ ഒക്കെ നടക്കുന്നത്. വീട്ടിലെല്ലാവരും സജീവമായിരിക്കുന്ന ആ സമയത്ത് ഒരാക്രമണം ഉണ്ടാകുമെന്ന് ആരും വിചാരിക്കില്ല. സാധാരണ അർദ്ധരാത്രി കഴിഞ്ഞാണല്ലോ ഭവനവേദന നടക്കുക. അതൊരു നല്ല ആശയമായിട്ട് രതീന്ദ്രൻ ശരിവെച്ചു. അവരതിൻ്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങി. എങ്ങനെ അകത്ത് കയറണം, എങ്ങനെ കൊല നടത്തണം, എങ്ങനെ പുറത്തു കയറണം എന്നെല്ലാം. രണ്ടുപേരും അല്ലെങ്കിൽ ഒരാളോ ശത്രുവിൻ്റെ കയ്യിൽ പെട്ടുപോയാൽ എന്താണ് ചെയ്യേണ്ടതെന്നും തീരുമാനിച്ചു. തീയതിയും നിശ്ചയിച്ച ശേഷമാണ് ഷിബു മടങ്ങിയത്. ഷിബു പോയി കഴിഞ്ഞപ്പോൾ
സുഭദ്രയമ്മ മകൻ്റെ അടുത്തേക്ക് വന്നു. ഭർത്താവിൻ്റെ മരണശേഷം ആ സ്ത്രീ ഏതാണ്ട് തകർന്ന നിലയിലായിരുന്നു, മാനസികമായും ശാരീരികമായിട്ടും. അമ്മ ഉറക്കമല്ലായിരുന്നോ? രതീന്ദ്രൻ ചോദിച്ചു. എങ്ങനെ ഉറങ്ങും? എൻ്റെ ചേട്ടൻ പോയില്ലേ? ഒരു മകനുള്ളത് വീട്ടിലിരിക്കില്ല. സദാസമയം വഴക്കുണ്ടാക്കാനുള്ള ആലോചനയുമായിട്ട് ചുറ്റിക്കറങ്ങുന്നു. നിനക്കൂടി വല്ലതും സംഭവിച്ചിട്ട് ഞാൻ എന്തിനു ജീവിക്കുന്നു? സാധു സ്ത്രീ തേങ്ങലോട് പറഞ്ഞു. ഞാൻ ആരോട് വഴക്കുണ്ടാക്കിയെന്ന് അമ്മ പറയുന്നത്? ഇവിടെ നടന്ന ഗൂഢാലോചനയൊക്കെ ഞാൻ കേട്ടു. എൻ്റെ അച്ഛനെ കൊന്നവരോട് ഞാൻ പ്രതികാരം ചെയ്യണ്ടേ അമ്മേ? പ്രതികാരം ദൈവത്തിൻ്റെതാണ് മോനെ. രതീന്ദ്രൻ ഒന്ന് മൂളിയിരുത്തി. അയ്യോ, നിൻ്റെ ഷട്ടിൽ എന്താ ചോര? ചെറിയൊരു സംഘടന ഉണ്ടായതാ. സാരമല്ല. വേണ്ട മോനെ, നമുക്ക് ഈ ചോരക്കളി വേണ്ട. എല്ലാം ഉപേക്ഷിച്ച് നമുക്ക് മറ്റു വല്ലയിടത്തും പോയി താമസിക്കാം. ഇല്ലമ്മേ, അങ്ങനെ പേടിച്ചോടിയാൽ എൻ്റെ അച്ഛൻ്റെ ആത്മാവ് പൊറുക്കുകയില്ല. മകനോട് പറഞ്ഞിട്ട് ഫലമില്ലെന്ന് മനസ്സിലാക്കിയ അമ്മ പിന്നെ ഒന്നും മിണ്ടിയില്ല. വേദന കടിച്ചിറക്കിക്കൊണ്ട് അവർ സ്വന്തം കിടപ്പറയിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെയും വൈകുന്നേരത്തെയും പത്രത്തിൽ രതീന്ദ്രൻ നോക്കി. എവിടെയെങ്കിലും സംഘടനമുള്ളതായിട്ട് വാർത്തയുണ്ടോ? ഇല്ല, ഒരു കോളത്തിൽ പോലും കണ്ടിട്ടില്ല. സംഭവത്തെക്കുറിച്ച് മഹേന്ദ്രൻ പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ലെന്ന് വ്യക്തമായി. പോലീസിനെ ഇടപെടിക്കാതെ നേരിട്ട് പകരം വീട്ടാനായിരിക്കും അവൻ്റെ പരിപാടി. അന്ന് വൈകുന്നേരം രതീന്ദ്രൻ ഒരു ഫോൺ കോൾ കിട്ടി. മഹേന്ദ്രനാണ് ഫോൺ ചെയ്തത്. ഞാൻ നിനക്കെതിരെ പോലീസിൽ പോകുമെന്ന് വിചാരിച്ചു അല്ലേടാ നീ? നിനക്ക് നിൻ്റെ കൂട്ടുകാരനുള്ള സമ്മാനം ഞാൻ നേരിട്ട് തരാൻ തീരുമാനിച്ചിരിക്കുക. ഒരിക്കലും മറക്കാത്തൊരു സമ്മാനം. ഫോൺ ഡിസ്കണക്റ്റായി. രതീന്ദ്രൻ ഉടനെ ഷിബുവിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതിനെക്കുറിച്ച് അറിയിച്ചു. അല്പം മുമ്പ് ഷിബുവിന് അത്ര ഒരു ഫോൺ കോൾ കിട്ടിയതായിട്ട് അറിയിച്ചു. ഷിബുവും രതീന്ദ്രനും കൂടി ഫോണിലൂടെ തങ്ങളുടെ പദ്ധതി മഹേന്ദ്രനെ ആക്രമിക്കേണ്ട ദിവസവും സമയവും ഉൾപ്പെടെ ഒരിക്കൽ കൂടി ചർച്ച ചെയ്തു. ദിവസങ്ങൾ കഴിഞ്ഞു. രതീന്ദ്രനും ഷിബുവും കരുതിയിരിക്കുകയാണ് ഏത് നിമിഷവും മഹേന്ദ്രനൊരു തിരിച്ചടിച്ചേക്കാമെന്ന് അവർക്കറിയാം. മഹേന്ദ്രനെ ആക്രമിക്കാൻ നിശ്ചയിച്ചിരുന്ന ദിവസം വന്നു. വൈകുന്നേരം 6 മണിക്ക് രതീന്ദ്രനെ ഷിബുവിനെ ഫോണിൽ വിളിച്ച് രാത്രി കൃത്യം 7 മണിക്ക് ഹോട്ടൽ അംബാസഡറിൽ വരണമെന്ന് അറിയിച്ചു. ഷിബു വേണ്ട കരുതലുകളെല്ലാം എടുത്തു. പുറപ്പെടാൻ നേരത്തെ ഒരു ഫോൺ കോള്. ഷിബു ചെന്ന് റിസീവർ എടുത്തു. ഹലോ, ഞാൻ രതീന്ദ്രനാണ്. എന്താ രതീന്ദ്ര? രാത്രി 8 മണിക്ക് സ്റ്റേഡിയത്തിൽ വന്നാൽ മതി. ഹോട്ടൽ അംബാസഡറിൽ വരാനല്ലേ നേരത്തെ പറഞ്ഞത്? ഐഡിയ മാറ്റി. സ്റ്റേഡിയത്തിൽ ഞാൻ കാറുമായിട്ട് വരും. പെട്ടെന്ന് ഫോൺ ഡിസ്കണക്റ്റായി. രതീന്ദ്രൻ ഐഡിയ മാറ്റാനുള്ള കാരണം എന്തായിരിക്കും എന്നോർത്തുകൊണ്ട് ഷിബു പുറത്തേക്ക് നടന്നു. കൃത്യം 7:50 അവൻ സ്റ്റേഡിയത്തിലെത്തി. വാച്ചിൻ്റെ റേഡിയോ ഡയലിൽ നോക്കിക്കൊണ്ട് അവൻ നിന്നു. 8 സൈറൻ അടിച്ചു തുടങ്ങിയതും ഒരു കാറ് ഇരുട്ടിലമർന്നു കിടന്ന വിജനമായ സ്റ്റേഡിയത്തിലേക്ക് ഇരമ്പിപ്പാഞ്ഞു വന്നു. സ്റ്റേഡിയത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുകയായിരുന്ന ഷിബുവിൻ്റെ കണ്ണുകൾ കാറിൻ്റെ ഹെഡ്ലൈറ്റുകളുടെ വെളിച്ചമേറ്റ് മഞ്ഞളിച്ചു. കാറ് ഷിബുവിൻ്റെ തൊട്ടടുത്ത് വന്ന് ബ്രേക്ക് ഇട്ടു. പെട്ടെന്ന് ഡോറുകൾ തുറന്ന് 5-6 പേര് പുറത്തേടി. അപകടം മനസ്സിലായപ്പോഴേക്കും ഷിബു ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കൈകാലുകൾ കൊച്ചുകെട്ടി അക്രമികളെ കാറിനകത്തേക്ക് അവനെ തള്ളിക്കഴിഞ്ഞിരിക്കുന്നു. അവൻ്റെ വായും മൂടിക്കെട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അക്രമികളെല്ലാം കാറിൽ കയറി. അകത്ത് ലൈറ്റിട്ട ശേഷം മഹേന്ദ്രൻ ഷിബുവിൻ്റെ നേർക്ക് തിരിഞ്ഞു. കഴിവരുടെ മോനെ, നിന്നെ കയ്യിലൊന്ന് കിട്ടാൻ കുറേ നാളായിട്ട് ഞാൻ ദാഹിക്കുന്നു. കൊലക്കളത്തിലോട്ടാണ് നിന്നെ കൊണ്ടുപോകുന്നത്. കാറ് ശരം വിട്ട പോലെ ചീറിപ്പാഞ്ഞു. കാറ് അതിവേഗം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഷിബു കാറിനുള്ളിൽ കിടന്ന് പിടഞ്ഞു. കുതിരി രക്ഷപ്പെടാൻ ആവതും ശ്രമിച്ചു. പക്ഷെ അതൊന്നും ഫലിച്ചില്ല. കാർ ആളൊഴിഞ്ഞ തെരുവിലൂടെ നീങ്ങി. ഒടുവിൽ അതൊരു കൂറ്റൻ മതിൽക്കെട്ടിനുള്ളിൽ പ്രവേശിച്ചു. വിശാലമായ വളപ്പിന് നടുവിൽ പ്രേതഭവനം പോലത്തെ ഒരു പഴഞ്ചൻ വീട്. തടി കൊണ്ട് നിർമ്മിച്ച 2 നില കെട്ടിടം. ആ കാർ ആ കെട്ടിടത്തിൻ്റെ മുറ്റത്ത് നിന്നു. ലൈറ്റുകൾ അണഞ്ഞു. കൂറ്റാക്കൂരിരുട്ട്. ഇരുട്ടത്ത് 2-3 പേർ പിടിച്ചു നടത്തി കെട്ടിടത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി. ആരോ മെഴുകുതിരി കൊളുത്തി. മുറിക്കുള്ളിൽ അരണ്ട വെളിച്ചം വ്യാപിച്ചു. അക്രമികളെ ഷിബുവിനെ കെട്ടിടത്തിനുള്ളിലെ നിലവറയിലേക്ക് ഇറക്കിക്കൊണ്ടുപോയി. മേശപ്പുറത്ത് മെഴുകുതിരി ഉറപ്പിച്ചു വെച്ച ശേഷം മഹേന്ദ്രൻ ഷിബുവിൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അയാളുടെ വായ മൂടിക്കെട്ടിരുന്ന തുണി മാറ്റി. എടാ പട്ടി, നിന്റെ വായിൽ കെട്ടടിച്ചത് എന്തിനാണെന്ന് നിനക്കറിയാമോ? നിനക്ക് നിലവിളിക്കാനുള്ള സൗകര്യത്തിന്. മൃഗമായാലും കരയും. കരയാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കേണ്ടതുമാണ്. അതിനുള്ള മനസാക്ഷി എനിക്കുണ്ട്. ഷിബു ചുറ്റുപാടും നോക്കി. നോക്കാനൊന്നുമില്ലടാ,
നിന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ സാക്ഷാൽ ഈശ്വരൻ തന്നെ നേരിട്ടെത്തണം. ഒരു കാര്യം ഞാൻ ആദ്യമേ പറയട്ടെ, നിന്നെ കൊല്ലാനാണ് ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. 2-3 മണിക്കൂറിനകം നിന്നെ കൊല്ലും. അക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഷിബുവിൻ്റെ മുഖത്ത് വിളർച്ചയും കണ്ണുകളിൽ മിന്നിയ പേടിയും മഹേന്ദ്രനെ രസിപ്പിച്ചു. നിനക്ക് നിലവിളിക്കാനും മലരാനും മട്ടഹസിക്കാനും ഒക്കെ സൗകര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു തരും. നീ എത്ര അലറിയാലും പുറത്തുള്ളവർക്ക് കേൾക്കില്ല. കാരണം ഇത് ഭൂമിക്കടിയിലൊരു നിലവറയാണ്. മാത്രമല്ല 10-200 വാര ചുറ്റളവിൽ വേറൊരു മനുഷ്യജീവിയില്ലതാണ്. ജീവിക്കാനുള്ള വെമ്പലും മരണഭീതിയും ഷിബുവിൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞു മറഞ്ഞുകൊണ്ടിരുന്നു. വായുവിൽ ശീർഷാസനം നടത്തിയിട്ടുണ്ടടാ നീ? ഇല്ലെങ്കിൽ കാണിച്ചു തരാം. മഹേന്ദ്രൻ്റെ ആജ്ഞ അനുസരിച്ച് അയാളുടെ ആൾക്കാർ ഷിബുവിനെ തലകീഴായിട്ട് കെട്ടിത്തൂക്കി. മേൽത്തട്ടിലെ കുളത്തിൽ നിന്നും തൂങ്ങുന്ന കയറിൽ അവൻ്റെ ശരീരം തൂങ്ങിക്കിടന്നു. ഷിബുവിനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി. ഞാനിപ്പോൾ വരാം, നിങ്ങളിവനെ ചുമ്മാ ബോറടിപ്പിക്കാതെ വല്ല തമാശയും പറഞ്ഞുകൊണ്ടിരിക്കുക. മഹേന്ദ്രൻ പുറത്തേക്ക് പോയി കാർ സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം ഷിബു കേട്ടു. മഹേന്ദ്രൻ്റെ ഗുണ്ടകൾ മേശ വലിച്ചിട്ട് അതിനു മുകളിൽ മദ്യപാനം തുടങ്ങി. മദ്യക്കുപ്പിയും ഗ്ലാസും വെള്ളമൊക്കെ അവർ നേരത്തെ കരുതിയിരുന്നു. ഇടയ്ക്കിടെ അവർ ഷിബുവിനെ പരിഹസിക്കുകയും ചീത്ത പറയുകയും ചെയ്തുകൊണ്ടിരുന്നു. 1 മണിക്കൂറിനുള്ളിൽ മഹേന്ദ്രൻ മടങ്ങിയെത്തി. അയാളോടൊപ്പം ഷീലയും ഉണ്ടായിരുന്നു. ഇതാ നിന്റെ ശത്രുവിനെ പിടിച്ചുകെട്ടി നിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നിനക്ക് അവനോട് വല്ലതും ചോദിക്കാനും പറയുണ്ടെങ്കിൽ അയക്കോ, മഹേന്ദ്രൻ അവളോട് പറഞ്ഞു. തലകീഴായി തൂങ്ങിക്കിടക്കുന്ന ഷിബുവിനെ കണ്ട് ഷീലയുടെ കണ്ണുകൾ പൈശാചികമായിട്ട് തിളങ്ങി. മുഖം ചുവന്നു. ഇരയെ വലയിൽ വീഴ്ത്തിയ പെൺചിലന്തിയുടെ ഭാവം. അവളെ ഷിബുവിന് ചുറ്റും ഒരു വട്ടം നടന്നു. പിന്നെ കാലുയർത്തി 2-3 തവണ അവൻ്റെ മുഖത്ത് ചവിട്ടി. എടാ പട്ടി, അന്ന് ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ? നീ ചാകുന്നത് എൻ്റെ കൈകൊണ്ടായിരിക്കും എന്നത്. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തൊഴിച്ചു. അവൻ്റെ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും മുലഞ്ഞാടി. എവിടെയാണടാ നിൻ്റെ കൂട്ടുകാരൻ രതീന്ദ്രൻ? അവൻ വന്ന് നിന്നെ രക്ഷിക്കുന്നതെന്ന് കാണട്ടെ. അവളൊരു പിശാചിനെ പോലെ ചീറി. അവനെയും ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നിന്നോട് എന്തു ചെയ്യുന്നോ അത് തന്നെ ചെയ്യും. അധികം താമസമില്ല. മഹേന്ദ്രൻ ഷീലയുടെ കയ്യിലേക്ക് ഒരു കടാര കൊടുത്തു. പരിപാടി വേഗം തീർക്ക്, പോയി കിടന്നുറങ്ങണം. ഷീല കടാര വാങ്ങി. നിനക്ക് അവസാന പ്രാർത്ഥനയ്ക്ക് വല്ലതുകൊണ്ടെങ്കിൽ നടത്തിക്കൂടാ, 1 മിനിറ്റ് അനുവദിച്ചിരിക്കുന്നു. ഷിബു കണ്ണുകൾ ഇറുക്കിയടച്ചു. അച്ഛനമ്മമാരെയും സഹോദരന്മാരെയും അവൻ ഓർത്തു. ജീവിതത്തിൽ ഓരോ കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന പല സംഭവങ്ങൾ അവൻ ഓർമ്മ വന്നു. ഫ്ലാഷ് ബാക്ക് പോലെ ചില രംഗങ്ങൾ അവൻ്റെ കണ്ണുകളിൽ നിറച്ചു. മരിക്കാൻ പോവുകയാണെന്ന് അവൻ ഉറപ്പായി. ഏതാനും നിമിഷങ്ങൾക്കകം താൻ കൊല്ലപ്പെടും. ഭൂമിയിലെ ജീവിതം എന്നേക്കുമായിട്ട് അവസാനിക്കുന്നു. മരിക്കുമ്പോൾ ഒരു ധീരനെ പോലെ മരിക്കണം. ജീവന് വേണ്ടി കെഞ്ചരുത്, കരയരുത്, നിലവിളിക്കരുത്. കഴിഞ്ഞോടാ, ഷീല അട്ടഹസിച്ചു. പിന്നെ അവളെ കടാര കൊണ്ട് അയാളുടെ വസ്ത്രങ്ങൾ ചീന്തിയെറിഞ്ഞു. അയ്യോ കൊല്ലല്ലേ കൊല്ലല്ലേ എന്ന് കെഞ്ചി കരയുന്നതും കൈകൂപ്പി അപേക്ഷിക്കുന്നതും കാണാൻ കൊതിച്ച് ഏതാനും നിമിഷങ്ങൾ കൂടി അവൾ കാത്തു. തട്ടടി, പൂച്ചവിളയാട്ടിനൊന്നും നേരമില്ല, മഹേന്ദ്രൻ പറഞ്ഞു. ഷീല തെല്ലറച്ചു. ഒരാളെ കൊല്ലുന്നത് ആദ്യമായിട്ടാണ്. കൊല്ലാൻ മടിയുണ്ടെങ്കിലും പ്രതികാരത്തിൻ്റെ ഇച്ഛ അവളിൽ മുന്നിട്ട് നിന്നു. കണ്ണു അടച്ച് ഒറ്റ ശ്വാസത്തിൽ അവൾ കത്തിവീശി. നിമിഷാർദ്ധത്തിന് ശേഷം കണ്ണു തുറന്നതും മുഖത്തേക്ക് ചോര ചീറ്റിത്തെറിച്ചതും ഒപ്പമാണ്. രതീന്ദ്രൻ ഹോട്ടൽ അംബാസിഡറിൽ കൃത്യം 8 മണിക്ക് തന്നെ എത്തി. അവൻ ഷിബുവിനെ കാത്തുനിന്നു. മണിക്കൂറുകൾ കടന്നുപോയി. 10 മണിവരെ കാത്തു നിന്നിട്ടും ഷിബുവിനെ കണ്ടില്ല. അവൻ പറഞ്ഞു പറ്റിച്ചല്ലോ. വെറുതെ തയ്യാറെടുപ്പുകൾ നടത്തി. വരില്ലെങ്കിൽ ആ വിവരം അവന് പറയാമായിരുന്നു. രതീന്ദ്രന് ഷിബുവിനോട് കടുത്ത അമർഷം തോന്നി. ഒരുപക്ഷെ അവന് ഷീലയോടുള്ള പ്രതികാരം തീർന്നിരിക്കാം. അതായിരിക്കാം കാര്യം. അല്പനേരം കൂടി കാത്തു നിന്നിട്ട് രതീന്ദ്രൻ വീട്ടിലേക്ക് മടങ്ങി. അവിടെ ചെന്ന ശേഷം ഷിബുവിനെ ഫോൺ ചെയ്തു. ഷിബുവിൻ്റെ അനുജനാണ് ഫോൺ എടുത്തത്. ഷിബു അവിടെ ഉണ്ടോ? രതീന്ദ്രൻ ചോദിച്ചു. ഇല്ലല്ലോ, സന്ധ്യയ്ക്ക് പുറത്തേക്ക് പോയതാ, ഇതുവരെ വന്നിട്ടില്ല. അത് ശരി, ആരാ സംസാരിക്കുന്നത്? രതീന്ദ്രൻ മറുപടി പറയാതെ ഫോൺ വെച്ചു. ഷിബു എവിടെ പോയി? അവന് വല്ല ആപത്തും പിണഞ്ഞോ? രതീന്ദ്രന് സ്വസ്ഥത നഷ്ടപ്പെട്ടു. ഉറങ്ങാൻ കിടന്നിട്ടും മനസ്സമാധാനം കിട്ടിയില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ഒന്ന് മയങ്ങി. രാവിലെ വൈകിയാണ് ഉണർന്നത്. എഴുന്നേറ്റപ്പോൾ 9 മണി. പ്രഭാത കൃത്യങ്ങളെല്ലാം അലസമായി സാവധാനം നിർവഹിച്ച് അലസിപ്പോയ ആക്രമണ ശ്രമം ഓർമ്മയിലെത്തിയ ഷിബുവിനെ ഒന്ന് വിളിച്ചു നോക്കാം. രതീന്ദ്രൻ ഫോൺ ചെയ്തു. ഇത്തവണ ജ്യേഷ്ഠനാണ് ഫോൺ എടുത്തത്. ഷിബു ഉണ്ടവിടെ?
ഇല്ലല്ലോ, ആരാ സംസാരിക്കുന്നത്? രതീന്ദ്രൻ. ഷിബു ഇന്നലെ വൈകിട്ട് നിങ്ങളുടെ അടുത്തേക്കാണെന്ന് പറഞ്ഞാണല്ലോ ഇവിടുന്ന് പോകുന്നത്. ഇവിടെ വന്നിട്ടില്ല. ഷിബുവിനെ ആരോ തട്ടിക്കൊണ്ടുപോയെന്ന് ഒരു അജ്ഞാത ഫോൺ സന്ദേശം രാവിലെ ലഭിച്ചിരുന്നു. ഓഹോ, അങ്ങനെയാണോ? പോലീസിൽ അറിയിച്ചില്ലേ? ഇല്ല, വേഗം അറിയിക്ക്. ഷിബു രതീന്ദ്രനെ അടുത്ത് കാണുമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇവിടെ ഇല്ലെന്ന് പറഞ്ഞില്ലേ? രതീന്ദ്രൻ ഫോൺ ഡിസ്കണക്ട് ചെയ്തു. അവൻ പെട്ടെന്ന് വേഷം മാറി ഇറങ്ങി. പോർച്ചിൽ കിടന്ന കാറ് സ്റ്റാർട്ട് ചെയ്തു. കാർ ഓടിച്ച് ഗേറ്റിലെത്തിയപ്പോഴേക്കും ഒരു പോലീസ് ജീപ്പ് ഗേറ്റിലേക്ക് ഇരമ്പിപ്പാഞ്ഞു വന്നു. രതീന്ദ്രൻ്റെ കാറിന് മുമ്പിൽ ജീപ്പ് നിർത്തി പോലീസുകാർ ചാടിയിറങ്ങി. രതീന്ദ്രൻ കാറ് നിർത്തി ഇറങ്ങി. നിങ്ങളെ വീടൊന്ന് സെർച്ച് ചെയ്യണം, ഇൻസ്പെക്ടർ പറഞ്ഞു. എന്തിന്? നിങ്ങൾ ഷിബു എന്നൊരു ചെറുപ്പക്കാരനെ വീട്ടിൽ വിളിച്ചു വരുത്തി കൊല ചെയ്തതായിട്ട് അറിവ് കിട്ടിയിട്ടുണ്ട്. ഞാൻ കൊന്നെന്നോ? അതും ഷിബുവിനെ? അതെ, നിങ്ങൾ വീട് കയറി പരിശോധിച്ചുള്ളൂ. പോലീസുകാർ മിന്നൽ വേഗതയിൽ വീട് പരിശോധന ആരംഭിച്ചു. അരമണിക്കൂർ കഴിഞ്ഞു. പ്രത്യേകിച്ചൊന്നും കണ്ടുപിടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. നിങ്ങളുടെ കാറ് പരിശോധിക്കണം, ഇൻസ്പെക്ടർ പറഞ്ഞു. ഓക്കെ, രതീന്ദ്രൻ സമ്മതിച്ചു. പോലീസുകാർ കാറ് പരിശോധിക്കാൻ ആരംഭിച്ചു. ഇൻസ്പെക്ടർ ഡിക്കി തുറന്നതും അയാൾ പെട്ടെന്ന് ഒരടി പിന്നോട്ട് മാറി. കാറിൻ്റെ ഡിക്കിക്കുള്ളിൽ നിന്നും ഷിബുവിൻ്റെ ചോരയിൽ കുളിച്ച ശവശരീരം. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.